നല്ല ഫിലിമാണ്, നല്ല മെസ്സേജുള്ളൊരു ഫിലിമാണ്. നമ്മുടെ റിയൽ ലൈഫിൽ നമ്മൾ പല സമയത്തും ഇതുപോലെയൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും ഒക്കെ ഉണ്ട്. അപ്പോൾ ഒക്കെ പോട്ടെ സാരമില്ല എന്ന് പറയുന്നവരെയാണ് നമ്മൾ ഒരുപാട് കണ്ടിരിക്കുന്നത്. സാരമില്ല, ഇനി ഇതിൻ്റെ പിറകെ പോയ പ്രശ്നങ്ങളുണ്ടാവുമെന്ന്. പക്ഷേ ഇത് ആർക്കാണോ ഈ പ്രശ്നം പറ്റിയ അവരെ ചേർത്ത് ഇടത് കൈകൊണ്ട് ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെയാണ് അതിൽ മുന്നേറി വന്നിട്ട് എല്ലാം കണ്ടുപിടിക്കുന്നത്. അങ്ങനെ വേണം, നമ്മളങ്ങനെ സഹിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾ തെറ്റ് ചെയ്തില്ല എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് ധൈര്യമായിട്ടും നിന്ന് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ പറയുന്ന ഒരു നല്ല മെസ്സേജാണ്. നല്ലൊരു ഫിലിമാണ്. പെർഫോമൻസ് എല്ലാം അവരൊക്കെ നല്ലതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഓവറായിട്ടൊന്നുമല്ല. നല്ല കാസ്റ്റിംഗ് ആണ്, നല്ല വിധമായിട്ടുള്ള ഒരു അഭിനയമാണ്. നല്ല ഫിലിം. ഐഡി കുഴപ്പമില്ല, ഒരു ആവറേജ് പടം, നമുക്ക് കണ്ടിരിക്കാവുന്ന ഒരു പടമാണ്. ധ്യാനിൻ്റെ ലാസ്റ്റ് കുറച്ച് പടങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ബെറ്ററാണ് ഈ പടം. പിന്നെ പടത്തിലെ ഏറ്റവും നല്ല പെർഫോമൻസ് ദിവ്യ പിള്ളയുടെയാണ്. എല്ലാവരും കൊള്ളാം, എടുത്തു പറയേണ്ട ദിവ്യ പിള്ളയുടെയാണ്. ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ സ്റ്റോറി തന്നെയാണ്. വളരെ ശക്തമായൊരു സാധനം, അവരത് കുഴപ്പമില്ലാതെ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ചുറ്റും ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് ചുറ്റുപാട്. അപ്പോൾ അങ്ങനൊരു സംഭവമാണ്. പടം കുഴപ്പമില്ല, കണ്ടിരിക്കാവുന്നൊരു പടമാണ്. പുതുവർഷത്തിൽ തന്നെ ധ്യാൻ്റെ ഒരു നല്ലൊരു സിനിമ അല്ലേ? പുതുവർഷത്തിൽ ഇപ്പോൾ ഇന്നലെ ഒരു പടം ഇറങ്ങി ഐഡൻറ്റിറ്റി, ഞാനത് കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ഈ വർഷം ഇറങ്ങിയ റിലീസിൽ കാണുന്ന ഒരു പടമാണ്. ആ ഒരു നിലയ്ക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. കാരണം പടം ഒരു പൊട്ട പടമൊന്നും അല്ല, കുഴപ്പമില്ലാത്തൊരു പടം. തുടക്കം കണ്ട സമയത്ത് ഞാനിങ്ങനെ ഇരിക്കുമായിരുന്നു എന്താവുമെന്ന്. പക്ഷേ ഒരു 15-20 മിനിറ്റ് കണ്ടപ്പോൾ തന്നെ നല്ലൊരു സബ്ജക്റ്റായിട്ട് തോന്നി. ഇൻ്റർവൽ ബ്ലോക്കും അവസാനമൊക്കെ എത്തിയപ്പോൾ സാമാന്യം കുഴപ്പമില്ലാത്തൊരു പടമാണ്, നമുക്കൊന്ന് കണ്ടിരിക്കാവുന്നൊരു പടം. ഞാൻ പറഞ്ഞു ഓവറോൾ കുഴപ്പമില്ല. അതായത് ഒരു കുഞ്ഞൊരു സാധനമാണ്, വലിയ ഭീമമായ പൈസ മുടക്കേണ്ട ആവശ്യം ഇതിനകത്തില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ്, വളരെ ശക്തമായൊരു സാധനം, അവർ കുഴപ്പമില്ലാത്ത എക്സിക്യൂട്ട്. നല്ല ഫിലിമായിരുന്നു. ധ്യാൻ ശ്രീനിവാസ് നന്നായിട്ടുണ്ട്. സീരിയസ് റോളല്ലേ ചെയ്യാറ്, ഇപ്രാവശ്യം കുറച്ച് കോമഡി. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളാണ്, അതിനെതിരെ പ്രതികരിക്കണം. പലരും പേടിച്ചും മിണ്ടാതിരിക്കും, പ്രതികരിക്കണം. നല്ല മെസ്സേജാണ്, നല്ല ഫിലിം. നന്നായിട്ടുണ്ട്. ധ്യാൻ സീരിയസ് ആയിട്ടല്ലേ, സാധാരണ കോമഡി നന്നായിട്ടുണ്ട്. ധ്യാൻ നന്നായി, ദിവ്യപിള്ളയും നന്നായി, ഷാജോണും നന്നായിട്ടുണ്ട്. ഐഡിയ നല്ല സിനിമയാണ്. അവർക്കവിടെ സോഷ്യൽ മെസ്സേജ് ഉണ്ട് ഇതിനകത്ത്, ഹൈലി റെലവൻറ്റ് സോഷ്യൽ മെസ്സേജ്. ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ വളരെ ആക്റ്റീവാണല്ലോ ഇപ്പോഴത്തെ ഇതിൽ. അപ്പോൾ അതിൻ്റെ ഇപ്പോഴത്തെ സ്ത്രീകൾക്കെതിരെ നടത്തുന്ന അതിക്രമം, മോളസ്റ്റേഷൻ, ഇപ്പോൾ ഈ മോർഫിംഗ് അല്ലെങ്കിൽ ഫേക്ക് അങ്ങനത്തെ പിക്ചേഴ്സും, അത് ഒരു സ്ത്രീയെ പറ്റി ഇടുന്നതും അവരുടെ ഭർത്താവ് അതിന് എഗൻസ്റ്റായിട്ട് നടത്തുന്ന ഒരു റിവെഞ്ച്, ഫൈനലി സമൂഹത്തിൽ കണ്ടുവരുന്ന കാര്യം വളരെ റെലവൻ്റ് ആണ്. ഇത് ചെയ്യുന്ന ആളുകൾ അത്രയും ബോധഡല്ല. നമ്മുടെ ഈ ഇര അല്ലെങ്കിൽ ഇതുണ്ടല്ലോ, ആർക്കാണ് ബാധിക്കുന്നത്, അവർക്കുണ്ടാകുന്ന മാനസിക വിഷമങ്ങളും അവരുടെ ഫാമിലിക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അതിനെതിരെ നടന്നൊരു വളരെ എന്താ പറയുക, വേറെ അക്രമം ഒന്നുമില്ല, വളരെ നല്ലൊരു പ്രതികാരം ചെയ്ത് അതിന് എന്താ പറയുക, സമൂഹത്തിന് മുമ്പിൽ അവരെ തൊലി വിരിച്ച് കാണിക്കുന്ന ഒരു സിനിമ. ധ്യാൻ വളരെ ഇതിൽ സാധാരണ ധ്യാൻ്റെ കോമഡി അതൊന്നുമില്ല, വളരെ സീരിയസ് റോളാണ്, വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ധ്യാനിൻ്റെ. മാത്രമല്ല കലാഭവൻ ഷാജോൺ ഈസ് എ വെരി ഗുഡ്, നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഭാര്യയുടെ അഭിനയിച്ച ദിവ്യ പിള്ള നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എല്ലാവരും അതിൽ കൊച്ചു റോളുകൾ വന്നിട്ടുള്ള ജോണി ആൻ്റണി ആണെങ്കിലും വളരെ നന്നായി അഭിനയിച്ചിട്ടുണ്ട്. ചെറുതായിട്ട് ചിരിക്കാൻ അങ്ങനെ വളരെ അപൂർവമായിട്ട് വളരെ അപൂർവമുള്ളൂ. പക്ഷെ സീരിയസ് മൂവി ടു വാച്ച്, ത്രില്ലിംഗ് വണ്ണാണ്. നമുക്ക് വേറെ അശ്ലീലം അല്ലെങ്കിൽ ഒന്നുമില്ല. പെർഫോമൻസ് ഏറ്റവും നന്നായിരിക്കുന്നത് ദിവ്യ പിള്ള തന്നെയാണ്. കുഴപ്പമില്ല, അവർ ഭാര്യയും ഭർത്താവുമായിട്ടാണ്. ചില സീനുകളിലൊക്കെ നമുക്ക് സെന്റിമെന്റ്സ് സാധനങ്ങളൊക്കെ നമുക്കും അങ്ങനെ ഒരു ഫീൽ ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് ധ്യാനിൻ്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പുള്ളി വരുന്ന പടങ്ങൾ ഇച്ചി ബെറ്ററാണ്. അതെ. കാരണം സാധാരണ കഴിഞ്ഞ കുറച്ച് പടങ്ങൾ നോക്കുവാണെങ്കിൽ പുള്ളിക്ക് ഒരു ലൈഫ് കിട്ടിയ പടമാണ്. പുള്ളിയുടെ ഗ്രാഫ് ഒന്ന് ഉയർത്തും എന്ന് തോന്നുന്നു കണ്ടിട്ട്. ഓവറോൾ കുഴപ്പമില്ല. അതെ, ഞാൻ കണ്ടിട്ടുണ്ട്, അത് റിവ്യൂസ് കണ്ടിട്ടുണ്ട്. ഇത് ബോംബൊന്നുമല്ല, ഒരിക്കലും ഇത് ബോംബല്ല എന്ന് കരുതി ഇത് ഭയങ്കര സംഭവമാണെന്ന് ഞാൻ പറയത്തില്ല. സാമാന്യം നല്ല പടമാണ്. അവർക്ക് മുടക്കിയ പൈസയും ലാഭവും കാര്യങ്ങളൊക്കെ ഇത് കിട്ടും. പിന്നെ ഇത് എത്രത്തോളം തിയേറ്ററിൽ, അതായത് ലാഭം എന്തായാലും കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എത്ര ദിവസം എന്നുള്ളത് നമുക്ക് അടുത്ത ആഴ്ച പടങ്ങൾ നോക്കുമ്പോഴേ, കാരണം അടുത്ത ആഴ്ച ഭീമമായ റിലീസുകൾ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്.